പാലാ സെൻറ്റ് മേരീസിൽ ഞാൻ 1ാം ക്ലാസ് മുതൽ 7th വരെയാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ LP സ്കൂളിൻ്റെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ 98, 99, 2000, 2001 ആ ഒരു വർഷങ്ങളിലാണ് ഞാൻ LP സ്കൂളിൽ പഠിച്ചത്. അപ്പോൾ ഞാനിവിടെ ഇരുന്നപ്പോൾ സാറിൻ്റെ അടുത്ത് പറയുമായിരുന്നു, എൻ്റെ 1ാം ക്ലാസ്സിൽ പഠിപ്പിച്ച ത്രസ്യാമ്മ ടീച്ചർ ഇവിടെ ഉണ്ട്, 2ാം ക്ലാസ്സിലെ മേഴ്സി ടീച്ചറുണ്ട്, 3ാം ക്ലാസ്സിലെ അൽഫോൻസ് ടീച്ചറുണ്ട്, പിന്നെ ഈ പറഞ്ഞ എൻ്റെ ക്ലാസ്മേറ്റ് അനുവുണ്ട്, അനുവിൻ്റെ അമ്മ ലില്ലിക്കുട്ടി ടീച്ചറുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഈ കൂട്ടത്തിൽ പരിചയമുള്ള സിസ്റ്റേഴ്സൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഇവിടെ ഇരുന്നപ്പം മുതൽ എനിക്ക് പരിചയമുള്ള മുഖങ്ങൾ ഞാനിങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ ബാക്കിലുള്ളവരെയും എനിക്കറിയാം. അപ്പോൾ എൻ്റെ ജൂനിയേഴ്സായിട്ട് പഠിച്ചു വന്ന പിള്ളേരെയൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ എൻ്റെ സ്കൂളിൽ ഇതുപോലെ ഒരു ചടങ്ങ് നടക്കുമ്പോൾ വന്ന് പങ്കെടുത്ത് എൻ്റെ പഴയ ഓർമ്മകളൊക്കെ ഇതുപോലെ വീണ്ടും പുതുക്കാനും എൻ്റെ പ്രിയപ്പെട്ടവരെ വീണ്ടും ഇവിടെ വന്ന് ഇങ്ങനെ ഒരു സന്തോഷ നിമിഷത്തിൽ കാണാൻ പറ്റുന്നതിൽ ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട്. ഇപ്പം ഇവിടെ വന്നപ്പോൾ മുതൽ എനിക്കും എൻ്റെ എല്ലാ മെമ്മറീസും ഇങ്ങനെ ഓർമ്മ വരികയായിരുന്നു. ഈശ്വര പ്രാർത്ഥന മുതൽ എനിക്ക് ഓർമ്മയുണ്ട്. നമ്മുടെ വെള്ളി വെളിച്ചമേ എന്ന് പറയുന്നൊരു ഈശ്വര പ്രാർത്ഥന ഉണ്ടായിരുന്നു, ത്രിത്വൈക ദൈവമേ എന്ന് പറയുന്നൊരു ഈശ്വര പ്രാർത്ഥന ഉണ്ടായിരുന്നു. ഇതൊക്കെ പാടാനും നാഷണൽ അന്തം പാടാനും ഒക്കെ പോവായിരുന്നു. അപ്പോൾ ആ നാഷണൽ അന്തം പാടാനുള്ള ആ ഒരു ടൈമിന് 5 മിനിറ്റ് മുമ്പേ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങും, അവിടെ പോയി പാടും, തിരിച്ചു വരും. ഇങ്ങനെയൊക്കെയുള്ള കുറേ കലോത്സവങ്ങൾക്ക് പങ്കെടുക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ നല്ല മെമ്മറീസ് എനിക്ക് സെൻറ്റ് മേരീസ് സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. സ്റ്റിൽ അത് എപ്പോഴും അത് മനസ്സിൽ നിന്നൊട്ടും ഒരു മങ്ങലില്ലാതെ ആ ഓർമ്മകൾ ഇപ്പോഴും നല്ല ഫ്രഷായിട്ട് ഇരിപ്പുണ്ട്. സ്റ്റിൽ എനിക്ക് എൻ്റെ കൂടെ പഠിച്ച ആൾക്കാരുമായിട്ട് എനിക്ക് ടച്ചും ഉണ്ട്. എപ്പോഴെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ട് കാണുമോ അല്ലെങ്കിൽ മെസ്സേജ് അയക്കുമോ എങ്ങനെയെങ്കിലുമൊക്കെ ഒരു ടച്ച് വരാറുണ്ട്. ത്രസ്യാമ്മ ടീച്ചറിനെ വളരെ റീസെൻ്റായിട്ട് കഴിഞ്ഞ മാസം തോന്നുന്നു നമ്മൾ ത്രസ്യാമ്മ ടീച്ചറിനെ കണ്ടു, നമ്മൾ ഒരുമിച്ച് ഭക്ഷണമൊക്കെ കഴിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അങ്ങനെ പാലായിൽ തന്നെ ഉള്ളപ്പോൾ ആരെങ്കിലുമൊക്കെ ആയിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ കാണാറും സ്കൂളിലത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മ പുതുക്കാറും ഒക്കെ ഉണ്ട്. ഭയങ്കര എന്താ പറയുന്നത്, സന്തോഷമുള്ള കുറേ വർഷങ്ങളാണ് ഈ സ്കൂളിൽ ഞാൻ ചിലവഴിച്ചത്. നല്ല കുറച്ച് സൗഹൃദങ്ങൾ കിട്ടി, നല്ല ടീച്ചർമാരെ കിട്ടി. അതേപോലെ തന്നെ ഈ ലാളമ്പള്ളി വരവും സ്കൂൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് തിരിച്ചു പോയിക്കൊണ്ടിരുന്നത്. അപ്പം എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്, എൻ്റെ മമ്മി അത് പറയാറുമുണ്ട്, ഞാനെപ്പോഴും LKG മുതൽ സിസ്റ്റേഴ്സിൻ്റെ സ്കൂളുകളിലാണ് ഞാൻ പഠിച്ചു വന്നിട്ടുള്ളത്. അപ്പോൾ LKG സിസ്റ്റർമാരുടെ വേറൊരു അസംഷൻ എന്ന് പറയുന്നൊരു സ്കൂളിലായിരുന്നു. LP സ്കൂളും ഹൈസ്കൂൾ UP ക്ലാസ്സസും ഇവിടെ സെൻറ്റ് മേരീസിൽ തന്നെയായിരുന്നു. പിന്നീട് ഭരണങ്ങാനത്ത് ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയും ചെയ്തപ്പോൾ അവിടെയും സിസ്റ്റർമാരുടെ ആയിരുന്നു. കോളേജ് ചെയ്തത് അൽഫോൻസ കോളേജ്, PG ചെയ്തത് സെയിൻറ്റ് തോമസ്. അപ്പം അങ്ങനെ പാലാ വിട്ട ഒരു ജീവിതം എനിക്കങ്ങനെ കല്യാണം കഴിഞ്ഞിട്ടാണ് ഒന്ന് പാലായിൽ നിന്ന് ഇച്ചിരി ഒന്ന് മാറി ഞാൻ എറണാകുളത്ത് താമസിക്കുന്നത്. ബാക്കിയെല്ലാം പാലാ കണക്റ്റഡ് ആയിട്ട് തന്നെയാണ് ഞാൻ നിന്നിട്ടുള്ളത്. എസ്പെഷ്യലി സിസ്റ്റർമാരുടെ കൂടെയുള്ള സഹവാസത്തിലാണ് എൻ്റെ ജീവിതം, എൻ്റെ സ്കൂൾ ഡേയ്സ് മൊത്തം പോയിട്ടുള്ളത് സിസ്റ്റർമാരുമായിട്ടുള്ള സഹവാസത്തിലാണ്. അപ്പോൾ ഒരു ഇൻസിഡൻറ്റ് പറയുകയാണെങ്കിൽ, ഞങ്ങൾ അൽഫോൻസാമ്മ എന്ന് പറഞ്ഞ സീരിയലാണ് ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. അപ്പോൾ അതിൽ മാതാവായിട്ടാണ് ഞാൻ അഭിനയിച്ചത്. പക്ഷേ ചില സീനുകളിൽ കന്യാസ്ത്രീ ആയിട്ട് അൽഫോൻസാമ്മയുടെ വീട്ടിലും ഒക്കെ മാതാവിൻ്റെ പ്രസൻസ് വരുന്നതായിട്ടുള്ള സീൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ ഈ കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെൻറ്റുകാർ ഈ കന്യാസ്ത്രീമാരുടെ വേഷം റെൻറ്റിനൊക്കെ എടുത്തിട്ട് ഇവർ ലൊക്കേഷനിലേക്ക് കൊണ്ടുവന്നു. പക്ഷെ ഇവർക്ക് ഇതെങ്ങനെ ഇടുന്നേ എന്നുള്ള ഒരു ഐഡിയ ഇല്ല. ഇവർ ഈ തലയിലിടുന്ന വെയിലൊക്കെ ഇതെന്താ ഇതിന് 2 വള്ളിയുണ്ട്, ഇതെങ്ങനെയാണ് കെട്ടുന്നേ, ഒരു ഐഡിയ ഇല്ല അവർക്ക്. അപ്പോൾ എനിക്കും മമ്മിക്കുമൊക്കെ ഈ സിസ്റ്റർമാരുമായിട്ടുള്ള ഇത്രയും ഇടപെടലും കാര്യങ്ങളും ഇത്രയും കണ്ടു കിടക്കുന്നതായതുകൊണ്ട് ഇങ്ങ് തന്നേരെ, ബാക്കിയെല്ലാം നമ്മൾ ഡീൽ ചെയ്തോളാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാനും അവിടെ എൻ്റെ കൂടെ അഭിനയിക്കാൻ വന്ന സിസ്റ്റർമാർക്കും എല്ലാവർക്കും ഞങ്ങൾ തന്നെയാണ് ഇതിങ്ങനെ ഇടേണ്ടത്, കൊന്ത ഇങ്ങനെയാണ് കെട്ടേണ്ടത്, ഇതിവിടെ ഇങ്ങനെ ഒരു വള്ളി ഇങ്ങനെ കെട്ടും, ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതെല്ലാം കൂടെയുള്ളവർക്കും നമുക്കുമൊക്കെ നമ്മൾ തന്നെ അത് ഡീൽ ചെയ്യുമായിരുന്നു. അതേപോലെ ഞാൻ കന്യാസ്ത്രീ വേഷത്തിൽ വിശുദ്ധൻ എന്ന് പറഞ്ഞൊരു പടവും ചെയ്തു. അപ്പോഴും ഞാൻ കന്യാസ്ത്രീ വേഷം തന്നെയാണ് ഇട്ടാണ് അഭിനയിച്ചത്. അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ ജീവിതത്തിലെ തുടക്കം മുതൽ സ്കൂൾ മുതൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള സ്കൂൾ മുതൽ എൻ്റെ സിനിമാ ജീവിതത്തിൽ വരെ
സിസ്റ്റർമാർ എപ്പോഴും എൻ്റെ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് എൻ്റെ കൂടെ ഇങ്ങനെ ഒരു പ്രസൻസ് ആയിട്ട് ഇങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്, എപ്പോഴും അത് നിന്നിട്ടുണ്ട്. അപ്പോൾ എന്തോ അത് ദൈവാനുഗ്രഹമായിരിക്കും, ഒരു ബ്ലെസ്സിങ് ആയിട്ട് തന്നെ ഞാനത് കൂട്ടുന്നു. ഇപ്പോഴും എൻ്റെ ആ ഒരു നല്ല മെമ്മറീസ്, നല്ല കാര്യങ്ങൾ, നല്ല ആളുകൾ എൻ്റെ ചുറ്റും എനിക്ക് ഉണ്ടാവുന്ന ഒരു ദൈവത്തിൻ്റെ ബ്ലെസ്സിങ് ആയിട്ട് തന്നെ കൂട്ടുന്നു. ഇന്നിവിടെ വന്നിരിക്കുന്ന നമ്മുടെ സെൻറ്റ് മേരീസിൻ്റെ ആ ഒരു ഹിസ്റ്ററി ഉള്ള എല്ലാവരും ഇവിടെ ഒത്തുകൂടിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതുപോലെയുള്ള അവസരത്തിൽ ഒത്തുകൂടാൻ പറ്റിയതിൽ ഒത്തിരി ഒത്തിരി സന്തോഷം. എന്നെ ഇൻവൈറ്റ് ചെയ്തതിൽ ഒത്തിരി ഒത്തിരി സന്തോഷം.